നമസ്കാരം. വളരെ രസകരമായ ചിലപ്പോൾ കൗതുകകരമായ ഒരു പോസ്റ്റ്, ഒരു FB പോസ്റ്റ് കണ്ടു. അപ്പോൾ അത് ഒരു വീഡിയോ ആക്കാനുള്ളൊരു മനസ്സുമുണ്ടായി. കാരണം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ എപ്പോഴും ജനങ്ങൾ വളരെ കൗതുകത്തോടുകൂടിയാണ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഒരു പോസ്റ്റും അത്തരത്തിൽ കണ്ടാൽ മതി. അതിൽ പറയുന്നത് എങ്ങനെയാണ്? അനന്തൻ മുതലാളി പേട്ട പള്ളിമുക്കിൽ പഴയ ഒരു ആശുപത്രി അത് പുതുക്കി പണിയാൻ തീരുമാനിച്ചു. പണ്ട് തല ഉയർത്തി നിന്ന ഒരു സ്ഥാപനമാണ് ഇത്. ഇപ്പോൾ ഒരു തെരുവ് നായ പോലും വഴിമാറി കയറില്ല. കാര്യങ്ങൾ മാറണം, മാറ്റം വരണം, ആശുപത്രി നന്നാവണം. പക്ഷേ നല്ലൊരു നടത്തിപ്പുകാരനെ കിട്ടാനില്ല എന്നുള്ളതാണ് വസ്തുത. തൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് ഉതകാൻ സാധ്യതയുള്ള 3 പേരിൽ ആരെങ്കിലും ആശുപത്രി ഏൽപ്പിക്കണമെന്നായിരുന്നു അനന്തൻ്റെ ചിന്ത എന്ന്, അതായത് അനന്തൻ മുതലാളിയുടെ ചിന്ത. അതിലൊന്ന് എന്ന് പറയപ്പെടുന്ന ഉണ്ണിൻ സതീന്ദ്രനാണ്. നിർമ്മലനും സുശീലനുമായിരുന്നു സതീന്ദ്രൻ. അതായത് അദ്ദേഹം തൻ്റെ സമ്പാദ്യത്തിലെ സിംഹഭാഗവും ചിലവഴിക്കാതെ ബാങ്കിലൊക്കെ ഇട്ട് വില കുറഞ്ഞ വസ്ത്രങ്ങളും ഒപ്പം തന്നെ ഓട്ട വീണ ചെരുപ്പും അണിഞ്ഞ് ജീവിതമാകെ ഇങ്ങനെ ലാളിത്യമൊക്കെ വിളംബരം ചെയ്ത് അങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഈ 5 രൂപയുടെ ചായയും പൊരിപ്പും 3 രൂപ ദോശയും കിട്ടുന്ന കടകൾ എവിടെയുണ്ട് എന്നൊക്കെ തിരക്കി ഈ സതീന്ദ്രനോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനത്തെ ഒരു വ്യക്തിത്വം. മടിക്കുത്തിൽ 5000 രൂപ ഭദ്രമാക്കി വച്ചുകൊണ്ട് പെട്ടിക്കടക്കാരനോട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ തരുമോ എന്ന് ദൈന്യതയോടുകൂടി ചോദിക്കുന്നതിൽ ഈ ശശീന്ദ്രനോളം അല്ലെങ്കിൽ ഈ സതീന്ദ്രനോളം വഴക്കം ഭൂമുഖത്ത് മറ്റാർക്കുമില്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ജോലിയിൽ നൈപുണ്യം കുറവായതുകൊണ്ട് തന്നെ പറയത്തക്ക ഉയർച്ചയൊന്നും ഈ തൊഴിൽ രംഗത്ത് സതീന്ദ്രൻ ഉണ്ടാക്കിയിട്ടുമില്ല. പക്ഷേ അതിനെന്താ, എല്ലാവരോടും ചിരിച്ചുകൊണ്ട് സംസാരിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ മാലോകർക്ക് വാനോളം നല്ലത് മാത്രമേ ഈ സതീന്ദ്രനെക്കുറിച്ച് പറയാനുള്ളൂ എന്നുള്ളതാണ്. ഇനി ഞാൻ രണ്ടാമത്തെ ആളെക്കുറിച്ച് പറയാം. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് KC ഉള്ളൂറാണ് കേട്ടോ. ജനനം അങ്ങ് സിംഗപ്പൂർ ആയതിനാൽ KC അടിമുടി ഒരു അത്യാധുനികനായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വായ തുറന്നാൽ നിർഗളം ഒഴുകുന്ന ആംഗലേയ ഭാഷയാണ് കേട്ടോ. ആംഗലേയത്തിൽ അലിയുന്ന തരുണീമണികളുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. തരുണീമണികളുടെ നിതംബത്തള്ളിച്ചയിൽ റാപ്പടിക്കുന്ന ഫ്രീക്കന്മാർ തുടങ്ങി KC ഉള്ളൂരിനെ അനുഗമിച്ചില്ലെങ്കിൽ തങ്ങളെ ഉഗാണ്ടക്കാരനായി മുദ്ര കുത്തുമോ എന്ന് ഭയന്ന് എലീറ്റുകൾ വരെ ഈച്ചയെപ്പോലെ ചുറ്റും കൂടുന്ന ഒരു കാഴ്ച. ഇതൊക്കെയാണെങ്കിലും മുൻപ് ജോലി ചെയ്തിരുന്ന 2 സ്ഥലങ്ങളിൽ നിന്ന് KCയെ പറഞ്ഞുവിടാൻ മതിയായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് അത് പറയുന്നത് രാത്രിയിൽ മറപൊക്കൽ, പകൽ അഴിമതി, ഇതൊക്കെയായിരുന്നു അതിന് കാരണങ്ങളെന്നാണ് ഉള്ളൂരിന് പ്രിയപ്പെട്ട വിഷയങ്ങളെന്നാണ് പറയപ്പെടുന്നത്. തല്ലാൻ വരുന്നവരെ ഇംഗ്ലീഷ് പറഞ്ഞ് വിരട്ടുന്നത് ഉള്ളൂരിൻ്റെ മൃഗയ വിനോദങ്ങളിൽ ഒന്നായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി മൂന്നാമനെ കുറിച്ചാണ് കേട്ടോ. മൂന്നാമൻ രാജേഷ് ചന്ദ്രനാണ്. സതീന്ദ്രനെ പോലെ മറ്റുള്ളവരുടെ പഠിപ്പ് മുടക്കി രാഷ്ട്രീയം കളിക്കാനോ അല്ലെങ്കിൽ ഈ നമ്മുടെ ഉള്ളൂരിനെ പോലെ പഠനത്തിനു മേലെ കാവടിയാട്ടത്തെ പ്രതിഷ്ഠിക്കുകയോ ചെയ്യാതെ ഒന്നാമനായി പഠിച്ച് മുന്നേറിയവൻ. അപ്പോത്തിക്കിരി പഠിച്ച രാജേഷ് മികച്ച സർജൻ എന്ന രീതിയിൽ പേരെടുത്ത ഒരു വ്യക്തി കൂടിയായിരുന്നു. കൃത്രിമ ഹൃദയവാൽവടക്കം പല കണ്ടുപിടുത്തങ്ങൾ അങ്ങനെ രാജേഷിൻ്റെതായി പുറത്തു വന്നിരുന്നു. വികസിത രാജ്യങ്ങൾ വച്ചു നീട്ടിയ വമ്പൻ ഓഫറുകൾ അതിനെ തട്ടി നീക്കിക്കൊണ്ടായിരുന്നു രാജേഷ് നാട്ടിലെത്തി തനിക്കറിയാവുന്ന മേഖലയിൽ, അതായത് ഈ മെഡിക്കൽ ഉപകരണങ്ങളൊക്കെ നിർമ്മിക്കുന്ന മേഖലയിൽ ഒരു കമ്പനി ഉണ്ടാക്കുന്നു. അതിൽ നിന്നുണ്ടാക്കിയിട്ടുള്ള ലാഭത്തിൻ്റെ നല്ലൊരു പങ്ക് എന്ന് പറയപ്പെടുന്നത് പൊതു താല്പര്യങ്ങൾക്കായിട്ട് അദ്ദേഹം വിനിയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മുതലാളിയാകെ കൺഫ്യൂഷനിലായി. വെളുക്കച്ചിരിച്ച് അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത, പിശുക്കി ജീവിക്കുന്ന, അതായത് ഈ 5 കാശിന് ഗുണമില്ലാത്ത നല്ലവനായ സതീന്ദ്രൻ്റെ കയ്യിൽ ഈ ആശുപത്രിയെ ഏൽപ്പിക്കണോ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചിന്ത. അതോ അടിമുടി അഴിമതിക്കാരനും അത്യാധുനികനും വിഷയതൽപരനും ഭോഗാസക്തനും മാത്രമല്ല നിരന്തരം മാലോകരെ ശശിയാക്കുകയും ചെയ്യുന്ന ഉള്ളൂരിനെ തിരഞ്ഞെടുക്കപ്പെടണോ അല്ലെങ്കിൽ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് ആശുപത്രിയെ ഏൽപ്പിക്കണോ എന്ന് ചിന്തിച്ചു. അതോ പറഞ്ഞ കാര്യം ചെയ്യുന്ന, തൻ്റെ കഴിവ് അനവധി തവണ തെളിയിച്ചിട്ടുള്ള പ്രതിഭാസമ്പന്നനായ രാജേഷ് ചന്ദ്രൻ്റെ കയ്യിൽ ആശുപത്രി ഭദ്രമായിരിക്കുമോ എന്നുള്ള ചിന്തയിൽ മുതലാളി കൺഫ്യൂഷനായി. പക്ഷേ ആ കൺഫ്യൂഷൻ തീർക്കേണ്ടത് മുതലാളി തന്നെയാണ്. ആരെയാണ് തിരഞ്ഞെടുക്കപ്പെടേണ്ടതെന്ന് ഈ കഥയിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്ന മറ്റൊരു കാര്യത്തിലേക്ക് പോകാം. അതായത് കഴിഞ്ഞ 15 വർഷക്കാലമായി തിരുവനന്തപുരത്തിൻ്റെ സന്തത സഹചാരിയായ MP ആണ് ശശി തരൂർ.
3 വട്ടം അദ്ദേഹത്തോട് മത്സരിച്ചവരെ വളരെ ശക്തമായി മത്സരങ്ങളിൽ പരാജയപ്പെടുത്തിയ ഒരു വ്യക്തിത്വം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൃത്യമായി തിരുവനന്തപുരത്തിൻ്റെ പൾസ് അറിയാമെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. പക്ഷേ പലപ്പോഴും ഈ MBA ജനങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ് കേട്ടോ. അദ്ദേഹം 3 തവണ ഇവിടെ മത്സരിച്ചിരുന്നു. 5 വർഷം കൂടുമ്പോൾ അദ്ദേഹം ഇവിടെ എത്തിയിരുന്നു. അങ്ങനെ 15 വർഷക്കാലം തിരുവനന്തപുരം ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ ശശി തരൂർ എന്ന് പറയപ്പെടുന്ന പേര് ഇങ്ങനെ തിളങ്ങി നിന്നിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം 3 വട്ടവും വളരെ കൃത്യമായി നല്ല ഭൂരിപക്ഷത്തിന് വിജയിക്കുകയും ചെയ്തു, രാജഗോപാലിനോട് ഒഴിച്ച്. കാരണം രാജഗോപാലിനോട് ഒരു 15,000-ലധികം വോട്ടുകൾക്ക് മാത്രമാണ് അദ്ദേഹത്തിന് വിജയിക്കാനായത് 2014. 2019-ൽ 99,989 വോട്ടുകൾക്ക് അദ്ദേഹത്തിന് കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്തുവാനും കഴിഞ്ഞു. അങ്ങനെ വലിയ ട്രാക്ക് റെക്കോർഡൊക്കെ കൂടിയാണ് ശശി തരൂർ UPയുടെ ഭാഗമായിട്ട് കോൺഗ്രസിൻ്റെ മുഖമായിട്ട് നിൽക്കുന്നതും ഇന്നും വീണ്ടും 4ാമത് അംഗത്തിനിറങ്ങിയിരിക്കുന്നത്. ശശി തരൂർ വേണമോ? ഇനി മറ്റൊന്ന് പന്ന്യൻ രവീന്ദ്രൻ. അത് ഈ കഥയുമായി ബന്ധപ്പെട്ടിട്ട് വരുമ്പോൾ ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ പണമൊന്നുമില്ലാത്ത 25,000 രൂപ പെൻഷനിൽ ജീവിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പന്ന്യൻ രവീന്ദ്രൻ എന്നാണ് എല്ലാവർക്കും അറിയാവുന്നത്. 5 പൈസ പോലും അങ്ങനെ കൃത്യമായി മുടക്കാത്ത, അതിൽ മടി കാണിക്കുന്ന, ചായയ്ക്ക് പകരം പച്ചവെള്ളം വാങ്ങിച്ചു കുടിച്ച് ജനഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് പന്ന്യൻ രവീന്ദ്രൻ. പാവപ്പെട്ട ഒരു മനുഷ്യൻ മാത്രമല്ല, ഈ സഖാവിന് ഇങ്ങനെ ജനഹൃദയങ്ങളിലൊക്കെ അത്രത്തോളം സ്വാധീനമുണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ അതിനുത്തരം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രത്തോളം ഒരു ജനകീയനാകുവാൻ എന്തുകൊണ്ടോ ഈ സഖാവിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ ജനങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും? മൂന്നാമതൊരാളെക്കുറിച്ചാണ്. മൂന്നാമതൊരാൾ വരുന്നത് രാജീവ് ചന്ദ്രശേഖരൻ. രാജീവ് ചന്ദ്രശേഖരൻ്റെ കടന്നുവരവ് എന്ന് പറയപ്പെടുന്നത് വളരെ പുതുമയോടുകൂടിയാണ്. തിരുവനന്തപുരം കഴിഞ്ഞ 3 വട്ടവും ശശി തരൂരിനെ തിരഞ്ഞെടുക്കുന്നതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. വിദ്യാഭ്യാസപരമായി, സാംസ്കാരികപരമായി വലിയ ഉയർച്ചയുള്ള വിശ്വപൗരൻ എന്നുള്ള പേരോടുകൂടി എത്തപ്പെടുത്ത ശശി തരൂരിനെ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് വലിയ വിശ്വാസമായിരുന്നു, വലിയ ഇഷ്ടമായിരുന്നു. എന്തുകൊണ്ടോ ആ ഇഷ്ടം അവർ പ്രകടിപ്പിക്കുന്നത് ഇങ്ങനെ വോട്ടായി നൽകുകയും അദ്ദേഹത്തെ വിജയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നവർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എതിരാളികളായി വരുന്നവർ ശശി തരൂരിനോളം യോഗ്യനല്ല എന്നുള്ളത് കൊണ്ടായിരുന്നു ചിലപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ മാറി ചിന്തിക്കുകയും ശശി തരൂരിനെ 3 വട്ടം വോട്ട് ചെയ്ത് അധികാരത്തിൽ കൊണ്ടുവരികയും ചെയ്തത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ മാറിയിരിക്കുന്നു. ശശി തരൂരിനോടൊപ്പം അല്ലെങ്കിൽ അതിനൊരു പടി മുകളിലാണ് ഇപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയായി എത്തിയിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ. അതുകൊണ്ട് തന്നെ മത്സരം രാജീവ് ചന്ദ്രശേഖരും ശശി തരൂരും തമ്മിലാണ്. ഇവിടുത്തെ ജനങ്ങൾ കൺഫ്യൂഷനിലാവുന്നതും അതാണ്. ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്? കഴിഞ്ഞ 3 വട്ടം 15 വർഷക്കാലം തിരഞ്ഞെടുത്ത് ലോക്സഭയിലേക്ക് അയച്ച ശശി തരൂർ കുറേ ഹൈമാസ് ലൈറ്റുകൾ മാത്രം നൽകിയെന്ന് ജനങ്ങൾ പറയുന്ന ശശി തരൂരിനെയാണോ തിരഞ്ഞെടുക്കേണ്ടത്? അതോ ഇതൊന്നും അറിയാതെ, ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയാതെ, അങ്ങനെ ഇവിടെ നിന്ന് വിമാനം കയറി ഡൽഹിയിലെത്തി അവിടെയും അത്തരത്തിൽ ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് പോലും അറിയാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു LDFൻ്റെ കാൻഡിഡേറ്റിനെയാണോ ഇവിടെ നിന്ന് അങ്ങോട്ട് അയക്കേണ്ടത് എന്ന് ചിന്തിക്കേണ്ടതും അത്തരത്തിലും കൺഫ്യൂഷനിലാവുകയാണ് ഇവിടുത്തെ ജനങ്ങൾ. അതോ ഇങ്ങനെ എന്തും തുറന്നു പറയുവാനും സഹമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാകപ്പെടുകയും അദ്ദേഹം ജോലി ചെയ്തിട്ടുള്ള ഇടങ്ങളിലടക്കം ഒന്നാമനാവുകയും ചെയ്ത കാഴ്ചയുള്ള രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരു പരിണിതപ്രജ്ഞനായ വ്യക്തിത്വത്തെയാണോ തിരുവനന്തപുരത്തിന് ആവശ്യമെന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് ശശി തരൂരിനോടൊപ്പം അല്ലെങ്കിൽ ശശി തരൂരിന് മുകളിലേക്ക് എത്തപ്പെടുന്ന ഒരു വ്യക്തിത്വമായി രാജീവ് ചന്ദ്രശേഖർ മാറിയിരിക്കുന്നു. അപ്പോൾ ഈ 3 പേരിൽ ഒരാളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് തിരുവനന്തപുരം ഇപ്പോൾ കൺഫ്യൂഷനിലായിരിക്കുന്നത്. പക്ഷേ ആ കൺഫ്യൂഷനൊക്കെ മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. കാരണം തുടക്ക കാലഘട്ടത്തിൽ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ എല്ലാവരും പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വത്തെ തിരുവനന്തപുരത്തുകാർക്ക് അറിയില്ല എന്നാണ്. ശരിയായിരിക്കാം, ഒരു ഭൂരിപക്ഷം വരുന്നവർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കാം, അങ്ങനെ തന്നെ ഇരുന്നോളട്ടെ. പക്ഷേ ഇന്ന് തീരദേശ മേഖലകളിൽ, ഗ്രാമപ്രദേശങ്ങളിൽ, നഗരപ്രദേശങ്ങളിൽ എന്ന് വേണ്ട IT മേഖലകളിൽ, സ്കൂളുകളിൽ, കോളേജുകളിൽ, സാംസ്കാരിക നിലയങ്ങളിൽ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെയും രാജീവ് ചന്ദ്രശേഖർ എത്തപ്പെടുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ചുക്കാൻ പിടിച്ചുകൊണ്ട് എല്ലാ വേദികളിലേക്കും നടന്നു കയറുവാൻ രാജീവ് ചന്ദ്രശേഖറിനാകുന്നുണ്ട്. അങ്ങനെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയപ്പെടുന്നത് ഒരു വലിയ പേരായി മാറുന്നു. അത് ജനഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്നു. അങ്ങനെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ തുടങ്ങി 1 മാസത്തിലേക്ക് എത്തപ്പെടുമ്പോൾ
രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വത്തെക്കുറിച്ച് തിരുവനന്തപുരത്തുകാർക്ക് ഒരു കൺഫ്യൂഷനും ഇല്ലാതാകുന്നു. അങ്ങനെ കൺഫ്യൂഷൻ ഇല്ലാത്ത നിലയിലേക്ക് രാജീവ് ചന്ദ്രശേഖരനെ തിരഞ്ഞെടുക്കാമെന്നുള്ളൊരു ഏക മനസ്സോടുകൂടി പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ഈ പകുതി വേളയിൽ നമുക്കറിയാൻ കഴിയുന്നത്. ഇനി രണ്ടാം ഘട്ട പ്രചാരണത്തിൻ്റെ തുടക്കമാണ്. ഈ ഒന്നാം ഘട്ടത്തിൽ ഒന്നാമനായി ഓടിയെത്തിയത് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്. അതിലൊന്നാമത്തെ കാര്യം, ജനഹൃദയങ്ങളിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് താൻ ആരാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ജനഹൃദയങ്ങളിൽ അവർക്ക് ചില വിശ്വാസങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പല സ്ഥലങ്ങളിലും, അത് തീരദേശങ്ങളിലാവട്ടെ, നാട്ടിൻ പ്രദേശങ്ങളിലാവട്ടെ, ഗ്രാമങ്ങളിലാവട്ടെ, ഇവിടെയൊക്കെ ഉള്ള രാജീവ് ചന്ദ്രശേഖരൻ്റെ ഇടപെടലുകളിൽ വീടിനാണെങ്കിലും കുടിവെള്ളത്തിലാണെങ്കിലും തീരദേശങ്ങളിലുള്ള പ്രശ്നങ്ങൾക്കാണെങ്കിലും ഒക്കെ ഒരു പരിഹാരം തീർച്ചയായും ഉണ്ടാക്കിത്തരാം എന്നുള്ള വാഗ്ദാനമല്ല, ഉറപ്പ് കൊടുത്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖരനെ തിരഞ്ഞെടുക്കുന്നതിൽ ഞങ്ങൾക്ക് കൺഫ്യൂഷനില്ല എന്ന് ഇപ്പോൾ തിരുവനന്തപുരത്തുകാർ പറയുന്ന ഒരു തരത്തിലേക്ക് എത്തുന്നു. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാന ദിവസത്തിലേക്ക് എത്തപ്പെടുമ്പോൾ ജനങ്ങൾ ഒരു കൺഫ്യൂഷനുമില്ലാതെ രാജീവ് ചന്ദ്രശേഖരനെ തിരഞ്ഞെടുക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല.